ഫ്രാൻസിൽ രാഷ്ട്രീയ പ്രതിസന്ധി. അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർ രാജിവെച്ചു. 1962 ശേഷം ഫ്രാൻസിൽ ആദ്യമായാണ് ഒരു സർക്കാർ അവിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത്. അധികാരമേറ്റെടുത്ത് 3 മാസം മാത്രം പിന്നിടുമ്പോഴാണ് ഫ്രാൻസിൽ സർക്കാർ തകരുന്നത്. പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർക്കെതിരായ അവിശ്വാസ പ്രമേയം പാസ്സായതോടെ ഫ്രാൻസിൽ വീണ്ടും ഭരണപ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് പ്രധാനമന്ത്രി മിഷേൽ ബാർണിയർ രാജി സമർപ്പിച്ചു. 574 അംഗ പാർലമെന്റിൽ 331 പേർ സർക്കാരിനെതിരെ വോട്ട് ചെയ്തു. ഇടതുപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന പ്രമേയത്തെ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പിന്തുണച്ചു. ബജറ്റ് വോട്ടെടുപ്പില്ലാതെ പാസ്സാക്കാനുള്ള ബാർണിയറുടെ തീരുമാനം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് അവിശ്വാസ പ്രമേയം പാസ്സായത്. വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ബുധനാഴ്ച രാത്രി സർക്കാരിനെ താഴെയിറക്കാനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായത്. തീവ്ര ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് റിപ്പബ്ലിക് വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആരോപിച്ചു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയമനം ഉടൻ എത്തുമെന്നും മക്രോൺ അറിയിച്ചു. 2025 ബജറ്റ് പാസ്സാക്കാനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജിവെക്കാനുള്ള പ്രതിപക്ഷ ആവശ്യം തള്ളിയ മക്രോൺ താൻ പ്രസിഡന്റ് പദവിയിൽ തുടരുമെന്നും അറിയിച്ചു. 6 പിന്തുണയോടെ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ബാർണിയർ പ്രധാനമന്ത്രിയായത്. ആധുനിക ഫ്രാൻസിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായ ബാർണിയർ അധികാരമേറ്റ് 3 മാസത്തിനകം രാജിവെക്കേണ്ടി വന്നതോടെ രാജ്യത്ത് ഏറ്റവും കുറച്ചു കാലം പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയായി മാറി.